മുത്തുമണികളെ നമസ്കാരമുണ്ട്. ഇന്ന് നമുക്കില്ല വെറൈറ്റി ഒരു സാധനം പിടിച്ചാലോ. നമ്മുടെ കണ്ണൂരിലെ കേരള അഡ്വഞ്ചർ ട്രോഫി സീസൺ 7 നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫുൾ ഓഫ് റോഡ് പരിപാടി. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ആ സംഭവം ഇന്ന് കഴിഞ്ഞ 26-ാം തീയതി ഞായറാഴ്ച. അപ്പോൾ അത് ഞാൻ അന്വേഷിച്ചിടത്തോളം ഇന്നത്തെ പരിപാടി എങ്ങനെയാണെന്ന് അറിയില്ല. 24, 25, 26-നാണ്. പക്ഷേ 2 ദിവസം പോകാൻ പറ്റില്ല. ഇന്ന് ഞായറാഴ്ച കൊണ്ട് എന്തായാലും പരിപാടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കിയിട്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആരെങ്കിലും വിളിച്ച് ചോദിക്കാം എങ്ങനെയാണ് സംഭവം, ഇന്നത്തെ പരിപാടി എങ്ങനെയാണ്, ഇന്ന് ഫുൾ ടൈം ഉണ്ടോ, അതിന്ന് വെറും പരിപാടി മാത്രമാണെന്ന് നോക്കാം. ഓക്കെ, പുത്തോണിയുടെ എണ്ണടിക്കാർത്തിലുണ്ട്. ഏതായാലും നമ്മൾ 1 മണിക്കൂർ എടുക്കും അടുത്തേക്കത് 1 മണിക്കൂർ അവിടെ എത്തമോ പരിപാടി ഇല്ലല്ലോ പറ്റല്ലേ. അപ്പം ഇന്ന് ഫുൾ ഡേ 7 to 7 അവിടെ ഫുൾ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ഫുൾ ഓഫ് റോഡ് മത്സരം തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ചങ്ങായിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ ധൈര്യമായിട്ട് വന്നോ, കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല, ഫുൾ പരിപാടി ഉണ്ടെന്ന്. അത് 2 കാറ്റഗറിയിൽ നടക്കുന്നത്. ഒന്ന് ഫുൾ എക്സ്പേർട്ട് ക്ലാസ്സും ഒന്ന് മോഡിഫൈഡ് ക്ലാസ്സും. രണ്ട് ഏരിയയിൽ നടക്കുന്നത്. അതെല്ലാം നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, എക്സ്പേർട്ട് ക്ലാസ് കാണാനോ രസം. മറ്റേ ഫുൾ ഓഫ് റോഡ് പക്ക സ്കിൽ ടീം ഡ്രൈവേഴ്സ് ഇറങ്ങും അവർ വണ്ടി എടുത്തിട്ട്. അങ്ങനെ നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. ഇതാണ് 7 വയൽ എന്ന സ്ഥലം. ഫുള്ള് ക്രൗഡ്, വണ്ടി എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് വണ്ടിയൊന്നും അങ്ങോട്ട് കയറ്റുന്നില്ല മുകളിലേക്ക്. അത് സേഫ്റ്റി കൺസേൺ ആണ്. മറ്റേ ഇൻ കേസ് അത് ഈ പുഴ കഴിഞ്ഞാലേ, ഈ പുഴ കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മളെ ഇവര് സംഘാടക ടീം തന്നെ സംഘാടകർ നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർക്കും വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി പോകണം ഹൈറ്റിലേക്ക്. അതും കുറച്ച് പീക്സ് ആയതാ. ഞാൻ അങ്ങനെ ജീപ്പിൽ കയറി. ഇയാളാണ് ഡ്രൈവർ കേട്ടോ. ഇയാൾ ഇന്റർനാഷണൽ ഓഫ് റോഡ് റൈഡർ. കുഞ്ഞിങ്ങനെ പോവാ, കയറ്റം കയറും പേടിച്ചിട്ട്. ഇപ്പോൾ ഒരു സാധനം വരും. ഈ വരുന്ന വണ്ടി നോക്കി വെച്ചിട്ട് ഇത് KM ഗാരേജ് എന്ന ടീമുണ്ട്. ഇൻസ്റ്റാലും ഉള്ള സെറ്റപ്പാണ് അവർ. ആ ഒരു വണ്ടി ഇത് കഴിഞ്ഞ് മത്സരം കഴിഞ്ഞ് വരുന്നത്. ഇവിടെ ഫുള്ളൊരു വണ്ടി ഓഫ് റോഡ് മയാൻ തന്നെ. ഫുള്ള് മോഡിഫൈ ചെയ്ത് ഫുള്ള് ലിഫ്റ്റ് ചെയ്ത് വണ്ടി ഓഫ് റോഡ് ഇങ്ങനെ പറ്റിയ വണ്ടി മൊത്തം. ഈടെയാണ് ഈ എക്സ്പേർട്ട് ക്ലാസ് കാറ്റഗറി മത്സരം നടക്കുന്നത് കേട്ടോ. ഈ ഏരിയയിൽ ഫുൾ ഓഫ് റോഡ് സെറ്റപ്പ്. ഇതാണ് ട്രാക്ക്. ഇതാണ് അത്രക്ക് ടഫും മറ്റേ ഡിഫിക്കൽട്ടായിട്ടുള്ള വഴി ആയിക്കോട്ടെ. ഇതാടുന്നൊന്ന് സംഭവം വണ്ടി ആ പൾട്ടിയായി പോയി. ക്രെയിൻ വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്ത്. ഇതാണ് ML കേട്ടാ. വരുന്നുണ്ട് പുലി വരുന്നുണ്ട് കേട്ടാ. പുലി തന്നെ വെറും കരിമ്പുലി കണക്ക് സാധനം. കണ്ടു നോക്കുന്നോ. ഇങ്ങനെ ഓരോ ലാപ്പ് ഫിനിഷ് ചെയ്യുക മിനിമം ടൈമിൽ. അതാണ് സംഭവം. ഇവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. സംഭവം ഈ മോട്ടോർ സ്പോർട്ട് അല്പം എക്സ്പെൻസീവ് ആട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് ആയി സംഭവം. കണ്ടോ, പണി വരും, പണി എടുക്കണം. ഫുള്ള് വണ്ടി അങ്ങനത്തെ. ഇതാണ്ടോ വണ്ടി ഇങ്ങനെ നമുക്ക് ഓടിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഇങ്ങനെ വണ്ടി വേണം. ഇത് ഫുള്ള് അവരെ മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സ്, ടൂൾസ്, പാർട്സ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ് സംഭവം. ആറോ ഫുള്ള് പവർ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്നിട്ട് ഇപ്പം അടുത്ത ട്രാക്കിലേക്ക്, മോഡിഫൈഡ് ട്രാക്ക് ഉണ്ട്. അത് കുറച്ചും കൂടി താഴെ ഒരു വയലല്ല. ഇതാ സംഭവം. ഈ ലൊക്കേഷനിലാണ് ഇനി മോഡിഫൈഡ് ക്ലാസ് മത്സരം നടക്കുന്നത് മൊത്തം. അത് 2 വീലുണ്ട്, 4 വീലുണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, SUVs ഉണ്ട്. അങ്ങനെ പല കാറ്റഗറിയിൽ നടക്കും. ഇതാണ് വണ്ടി തൂഫാൻ. ഇതടുത്ത് ഇറങ്ങാൻ പോകുന്ന ആ ലേഡീസ് കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് തുടങ്ങിയ ലേഡീസ് കാറ്റഗറി. ഇത് ലൈനപ്പിൽ വരുന്ന മത്സരിക്കാൻ വേണ്ടിയുള്ള വണ്ടി. ഈ ലേഡീസിൻ്റെ ഫസ്റ്റ് കഴിഞ്ഞ ശേഷം അടുത്ത മത്സരങ്ങൾ വരും. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ലേഡീസ് കാറ്റഗറി. അപ്പോൾ ഇതാണ് ഹോൾ ഗ്രൗണ്ട്. ഇതാണ് നമ്മളെ ട്രോഫീസിനൊക്കെ ഉണ്ട്. ഈ ആളെ കണ്ടോ, ഇയാളാണ് ഹരിസിംഗ്. ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ഹരിസിംഗ് നഗർ എന്ന് പേരിട്ടുണ്ട് ഇവർ. ഹരിസിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റാലി ലെജൻഡാണ്. ആള് മരിച്ചുപോയി. അപ്പോൾ അയാളുടെ സ്മരണാർത്ഥം ഈ ഏരിയക്ക് ഹരിസിംഗ് നഗർ എന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വെഹിക്കിള്. ഫസ്റ്റ് ഇത് റേസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വെഹിക്കിളാണ് ഇപ്പോഴത്തെ കേട്ടോ ലേഡീസ് കാറ്റഗറിയിൽ. അങ്ങനെ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. അത്യാവശ്യം സ്കിൽഡ് ഡ്രൈവറാണെന്ന് തോന്നുന്നു. ആളുടെ പേരൊന്നും അറിയില്ല. ഇത് CKD ഗാരേജിൻ്റെ വണ്ടി കേട്ടോ.
അപ്പോൾ ആ ഫസ്റ്റ് റേസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി. അവിടെ ഒരു ഓട്ടോ കിട്ടി. അപ്പോൾ സ്പോട്ടിൽ ഭയങ്കര ചൂടും പൊടിയും കുഞ്ഞിക്ക് നല്ലോണം അടിച്ച പിന്നെ പണിയാന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ കാണുന്നത് വളരെ ആഗ്രഹം ഉണ്ടായ ഒരു പരിപാടിയാക്കുന്നത് മോട്ടോർ സ്പോർട്ട് അഡ്വഞ്ചർ. പിന്നെ എവിടെ പോകണം. ഓക്കെ ബൈ.